സംവാദത്തിൻ്റെ കഥ പറയാം. എനിക്ക് മറുപടി പറയാൻ അവിടെ എത്തിയിരുന്നത് ഒന്ന് എം അക്ബർ, പിന്നീട് എനിക്ക് മറുപടി പറയാൻ എഴുന്നേറ്റ് നിന്നവരൊക്കെ വളരെ പരിതാപകരമായ അവസ്ഥയിൽ വെള്ളം കുടിച്ച് വീഴുന്ന കാഴ്ചയാണ് പിന്നെ അവിടെ കണ്ടത്. എം അക്ബറാണ് ആദ്യം മറുപടി പറയാൻ എണീറ്റത്. അദ്ദേഹം ആകെ 4-5 മിനിറ്റ് മാത്രം സംസാരിച്ച് അദ്ദേഹത്തിന് തൊണ്ടയിടറി ഒന്നും പറയാൻ വയ്യാതെ അദ്ദേഹം അവിടെ ഡക്കൗട്ടായിരുന്നു. അപ്പോഴേക്കും ചെറിയ മുണ്ടം അമീദ് മദനി എൻ്റെ പ്രസംഗം ഏകദേശം പകുതി ആയപ്പോഴേക്കും എന്നെ വളരെ അസ്വസ്ഥനാവുകയും വിയർക്കുകയും വെള്ളം കുടിക്കുകയും സ്റ്റേജിൽ എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്തിരുന്നു. വളരെ ഒരു മാനസിക സമനില തെറ്റിയ ആളെ പോലെ പെരുമാറിയിരുന്നു. അദ്ദേഹം രണ്ടാമത് ബാറ്റ് ചെയ്യാൻ വന്നു. അദ്ദേഹവും ഒരു 10 മിനിറ്റൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് അദ്ദേഹവും ഡക്ക് ഔട്ടായി. അവസാനം ഒരു മണിക്കൂറെങ്കിലും ബാറ്റ് ചെയ്ത് നിന്നത് കെ മുഹമ്മദ് സുല്ലമി എന്ന് പറയുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ 1 മണിക്കൂർ പ്രസംഗം അരമണിക്കൂർ കേട്ടപ്പോഴേക്കും തന്നെ സദസ്സ് മുഴുവൻ അസ്വസ്ഥരാവാൻ തുടങ്ങി. കാരണം ഞാൻ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ട് രക്ഷപ്പെട്ടു വന്ന ഒരാളാണ്. ഏകദേശം ഒരു 10-20 അടിയോളം താഴെ മുങ്ങിപ്പോയിട്ടുണ്ട്. എന്നെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തപ്പോൾ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അതിൻ്റെ അടിയിൽ ഇരുട്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഈ നിസ്സാരമായ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ അവിടെ നിന്ന് വിയർക്കുന്നതാണ് ആളുകൾ കണ്ടത്. ഞാൻ സ്റ്റേജിലിരുന്ന് ഈ സദസ്സിലുള്ള ആളുകളുടെയും ഈ സ്റ്റേജിലുള്ള ആളുകളുടെയും ഒക്കെ വെപ്രാളങ്ങളും അവരുടെയൊക്കെ മുഖഭാവങ്ങളും ത്തിലുള്ള ആളുകൾ ആകെ അസ്വസ്ഥരായി. അവർക്ക് ഈ അരമണിക്കൂർ എൻ്റെ സംസാരത്തിന് മറുപടി പറയാൻ ഈ 3 മഹാപണ്ഡിതന്മാർക്കും കഴിയാതെ വന്നതിലുള്ള നിരാശയും വെപ്രാളവും എല്ലാം സദസ്സിൽ വളരെ പ്രകടമായി കാണാമായിരുന്നു. മുമ്പിലിരിക്കുന്ന ഒരാൾ സിഗരറ്റ് കത്തിച്ച് തലമാറി വലിച്ച് ചുണ്ടുകൊള്ളുന്ന കോമഡി വരെ എനിക്ക് കാണാൻ പറ്റി അവിടെ ഇരുന്നിട്ട്. ഇതായിരുന്നു അവിടുത്തെ അവസ്ഥ. അങ്ങനെ സംവാദം കഴിഞ്ഞു. 1 മണിക്കൂർ അദ്ദേഹം പ്രസംഗിച്ച് അതോടുകൂടി പരിപാടി പിരിച്ചുവിട്ടു. വളരെ നിരാശാഭരിതരായി സദസ്സിലുള്ള ആളുകൾ വളരെ അസ്വസ്ഥരാകുന്നത് കണ്ടുകൊണ്ട് നമ്മൾ അവിടുന്ന് മടങ്ങിപ്പോന്നു.